വെൽക്കം ടു കോട്ടൺ ഫോർ വെൽത്ത് അക്കാദമി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഗോൾഡിൻ്റെ ചാർട്ട് പ്രഡിക്ഷൻ ആണ്. നെക്സ്റ്റ് എവിടേക്കാണ് ഗോൾഡ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പല ടൈം ഫ്രെയിമിലും നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ 1 hour ചാർട്ടാണ് XAUUSD ഇട്ടിട്ടുള്ളത്. ഓക്കെ, 1 hourൽ ഒരു ഇൻവെർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിൽ വരുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് എത്തിയതിന് ശേഷം മാത്രം 3264 ആ ഒരു റേഞ്ചിൽ എത്തിയാൽ ധൈര്യമായിട്ട് താഴേക്ക് നോക്കാം. സോ അത് ഇവിടെ വരെ 3138 വരെ വരാനുള്ള സാധ്യത ഉണ്ട്. സോ അവിടെ വരെ നോക്കണ്ട, അതിന് മുമ്പ് തന്നെ എക്സിറ്റ് അടിച്ച് പോകേണ്ടതാണ്. സോ ഇവിടുന്ന് സെല്ലെടുക്കുക, ഇവിടെ ബൈ ചെയ്യുക, ടാർഗറ്റ് ഇവിടെ വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കണം. അടുത്ത 2 ദിവസത്തിനുള്ളിൽ അവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി മാർക്കറ്റിൽ ഇവിടുന്നൊരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി ഈ ഒരു 2 ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത് വന്ന് ഈ ഒരു റേഞ്ച് വരെ വരുള്ളൂ. ഇനി അതല്ല അപ് ട്രെൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ലൈൻ വരച്ചിട്ടുണ്ട്. സോ ഇതിന് മുകളിൽ വന്നാൽ മാത്രം അപ് ട്രെൻഡ് നോക്കിയാൽ മതി, അല്ലാതെ അപ് ട്രെൻഡ് നോക്കേണ്ട കാര്യമില്ല. ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റ് 4 hour ചാർട്ടിൽ നമുക്ക് നോക്കാം. കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടായിരിക്കും. സോ ഇത് ഒരു സിമ്മട്രിക് ട്രയാങ്കിൾ വരുന്നുണ്ട്. സിമ്മട്രിക് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ്. വലിയൊരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇൻഡിസിഷൻ ക്യാൻഡിലാണ് സിമ്മട്രിക് ട്രയാങ്കിൾ. സോ ബോത്ത് സൈഡിൽ ടാർഗറ്റ് സെയിം ആയിരിക്കും. ഒരു എനിക്ക് തോന്നുന്നു ഒരു 10% മുകളിലേക്കും 10% താഴേക്കും ടാർഗറ്റ് വെച്ചിട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഗെയിമുകളായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പം നടക്കുക. സോ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഇതൊരു ഫ്ലാഗ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ഫ്ലാഗ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസ് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ എവിടെ വരെ പോകും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഫ്ലാഗ് ആവുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു 3600 വരെ വരാനുള്ള സാധ്യതയുണ്ട്. സോ അതൊരു ജൂലൈ റേഞ്ചിലൊക്കെ ആയിരിക്കും. ജൂലൈ 14th ആ റേഞ്ചൊക്കെ വരുമ്പോഴാണ് അവിടെ എത്തുക. ഈ ഗ്രീൻ ലൈനിന് മുകളിലേക്ക് പോയാൽ നമുക്ക് അപ് ട്രെൻഡ് എടുക്കാം. ഈ റെഡ് ലൈനിന് താഴെ വരികയാണെങ്കിൽ, ട്രെൻഡ് ലൈനിന് താഴെ വരികയാണെങ്കിൽ ഡൗൺ ട്രെൻഡും നോക്കണം. സോ ഇതിനുള്ളിലാണ് ഈ ആഴ്ചകളിൽ ഗെയിം വരത്തുള്ളൂ. അതിന് മേളിൽ ട്രേഡിംഗ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ഒരു ട്രയാങ്കിൾ വന്ന് ഡൗൺ ട്രെൻഡ് അടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. സോ ഇതൊരു അപ് ട്രെൻഡിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് വിട്ട് താഴെ വന്നാൽ മാത്രമാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സോ ഇപ്പം ഇൻഡിസിഷനായിട്ടാണ് നിൽക്കുന്നത്. സോ ഈ ഒരു ആഴ്ച നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ. സാമ്പത്തിക നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ട്രേഡിങ് ശരിയായ രീതിയിൽ പഠിച്ച് ട്രേഡ് ചെയ്യുക.